അപ്പോൾ ഇന്നിതാ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഉച്ചത്തേക്കുള്ള പരിപാടി. അപ്പോൾ ഇന്ന് ചിക്കനാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇതാ പാക്കറ്റ് ചെയ്തൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കറ്റ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ മടിച്ചിട്ട് ഇന്ന് പാക്കറ്റ് ചിക്കനാണ് വാങ്ങിച്ചത്. അങ്ങനെ ഇതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്തിരി വലിയ പീസായിരുന്നു, അതൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ തന്നെ മക്കൾ പറഞ്ഞു, അമ്മ ഇന്ന് ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ചിക്കനൊക്കെ കറിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് കുറേ ദിവസമായേ. അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അരപ്പൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പം പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, തൈരും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. അപ്പം ഞാനിതിൽ നാരങ്ങ നീരൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം മോന് അത് പട്ടി കടിച്ചതിൻ്റെ ആ വാക്സിൻ എടുത്തിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ കേട്ടോ. അപ്പോൾ നാരങ്ങ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളൊന്നും കഴിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത് വേറെ ആരോ പറഞ്ഞതാണ്. അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ മോന് നാരങ്ങയോ പിന്നെ നാരങ്ങ വെള്ളമോ ഒന്നും കൊടുക്കാറില്ല. ഇനി ഒരു 3 മാസം കൊടുക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊന്നും കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ഞാനിത് ചിക്കനൊക്കെ ഒന്ന് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ, അതൊന്ന് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സമയം കൊണ്ട് പയർ തോരൻ വയ്ക്കാമെന്ന് കരുതി. ഇന്നലെ ഇത് വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ, കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പയറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാൽ വൻപയറല്ല, വേറെ ഏതോ ഒരു പയറാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾ പച്ചക്കറി തിന്നില്ലെങ്കിലും ഈ ഒരു പയർ കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ പയർ വേകാൻ വേണ്ടി കുക്കറിൽ വെച്ചു. അതൊരു 4 വിസിൽ കേട്ടപ്പോഴാണ് വെന്തത് കേട്ടോ. ഭയങ്കര വേവായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതും ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാ രസം വെച്ചു. രസം ഒന്ന് തിളച്ചപ്പോൾ ഇതാ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ പയർ തോരനും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പയർ നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് തോരനും ഒന്ന് സെറ്റാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഇതാ വേഗം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി ഇതാ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പാൻ എടുക്കാൻ മടിച്ച് എല്ലാം അതിൽ തന്നെ വെച്ച് കേട്ടോ. അങ്ങനെ ഇതാ അതും ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം മണം എടുത്തിട്ട് ഒരാൾ ഓടി വന്ന് കേട്ടോ. ലെഗ് പീസൊക്കെ അവന് വേണമെന്നാണ് പറയുന്നത്. എന്നിട്ട് വിശക്കുന്നു, പെട്ടെന്ന് ചോറെടുത്ത് താന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടുള്ള അഭിനയമാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഇതിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്. എന്നിട്ട് എണ്ണയാണ് കേട്ടോ എത്ര ലെഗ് പീസൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, കോഴിക്ക് എത്ര ലെഗ് ഉണ്ടടാ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇനി വേഗം പോയി അവന് ചോറ് കോരി കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.